ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, ടെക്നോടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിനെ കുറിച്ചാണ്. ഫേസ്ബുക്കിനെ എപ്പോഴും സംശയദൃഷ്ടിയോടെ കാണുന്നവരുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫേസ്ബുക്കിൻ്റെതായി ചർച്ച ചെയ്യപ്പെട്ട വിവരങ്ങൾ അങ്ങനെയുള്ളതാണല്ലോ. സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഒരു സേവനവും ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്ക് നൽകുന്നില്ലെന്ന ചിന്താഗതി അത്തരക്കാർക്കിടയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫേസ്ബുക്കിലെ 10 ഇയർ ചാലഞ്ച് തന്നെ എടുക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്ക് ഉപഭോക്താക്കൾ 10 വർഷം മുമ്പത്തെ തങ്ങളുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി രസമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ തങ്ങളുടെ ഫേസ് റെക്കഗ്നിഷൻ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു ചാലഞ്ചിന് തുടക്കമിട്ടിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന പഴയകാല ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഫേസ് റെക്കഗ്നിഷൻ സംവിധാനത്തിന് വേണ്ടി ശേഖരിക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ആളുകളെ തിരിച്ചറിയുന്ന സംവിധാനമാണ് ഫേസ് റെക്കഗ്നിഷൻ. ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഫേസ് റെക്കഗ്നിഷൻ സംവിധാനത്തിന് ശക്തി പകരുന്ന നിർമ്മിത ബുദ്ധി പരിശീലിക്കപ്പെടുന്നത്. പ്രായം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്കിന്റെ തീർത്തും ലളിതമായ 10 ഇയർ ചാലഞ്ചിലൂടെ ഫേസ്ബുക്കിന് ലഭിച്ചത് കോടിക്കണക്കിന് ചിത്രശേഖരമാണ് എന്ന് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പ്രസ് എഡിറ്റോറിയൽ ഡയറക്ടർ ഗ്രെഗ് ബ്രിട്ടൻ പങ്കുവച്ച ട്വീറ്റിൽ പറയുന്നുണ്ട്. ആളുകളുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങൾ നിർമ്മിത ബുദ്ധി അൽഗോരിതങ്ങളെ പരിശീലിപ്പിക്കാൻ ഈ രീതിയിൽ ശേഖരിച്ചെടുക്കുന്ന വിവരങ്ങൾക്കാവും. ഫേസ്ബുക്കിനെ മാത്രമല്ല പ്രചാരത്തിലുള്ള മറ്റു സോഷ്യൽ മീഡിയ സേവനങ്ങൾക്കും 10 ഇയർ ചാലഞ്ച് സഹായിക്കും. അപ്പോൾ നിങ്ങളും 10 ഇയർ ചാലഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോയുമായി.